നമസ്കാരം. ഒരു നല്ല സമൂഹം അതെവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വലിയ പ്രസ്ഥാനങ്ങളിൽ നിന്നോ നിയമങ്ങളിൽ നിന്നോ ഒന്നുമല്ല കേട്ടോ. അതിന്റെ തുടക്കം നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്നാണ്. അപ്പോൾ ഒരു സുസംസ്കൃത കുടുംബം ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നമ്മുടെ പങ്ക് എന്താണ്? നമുക്ക് ഒരുമിച്ച് അതൊന്ന് നോക്കാം. നമ്മളിന്ന് സംസാരിക്കുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം സുസംസ്കൃത പരിവാർ കെ നിർമ്മാൺ മേ ഹമാരി ഭൂമിക എന്ന ഒരു ഹിന്ദി പുസ്തകത്തെ ആധാരമാക്കിയുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സാധാരണ പുസ്തകമല്ല. ഒരു വ്യക്തിയെ മാറ്റിക്കൊണ്ട് ഒരു കുടുംബത്തെ എങ്ങനെ മാറ്റാം, ആ കുടുംബത്തിലൂടെ ഒരു സമൂഹത്തെ മുഴുവനായും എങ്ങനെ പരിവർത്തനം ചെയ്യാം എന്നൊക്കെ പറഞ്ഞുതരുന്ന ഒരു ആഴത്തിലുള്ള വഴികാട്ടി കൂടിയാണിത്. അപ്പോൾ ഈ ഒരു വലിയ മാറ്റത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ പ്രധാനമായും 6 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒരു പുതിയ കാഴ്ചപ്പാടിൽ തുടങ്ങി അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാമെന്നും അവസാനം ഒരു ശക്തമായ സമൂഹത്തെ എങ്ങനെ വാർത്തെടുക്കാമെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ കാണാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഏതൊരു മാറ്റത്തിനും ഒരു തുടക്കക്കാരൻ വേണമല്ലോ, അല്ലേ? കുടുംബത്തിന്റെ ഈ പരിവർത്തനത്തിനും ഒരു കേന്ദ്രബിന്ദു വേണം. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. എന്നാലും ഈ മാറ്റത്തിന് ചുക്കാൻ പിടിക്കാൻ ഒരാളെ ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആരായിരിക്കും അത്? നമുക്കൊന്ന് നോക്കാം. ആ ചോദ്യത്തിനുള്ള ഉത്തരം കുടുംബത്തിലെ ഉണർവുള്ള സ്ത്രീയാണ്. ഗൃഹലക്ഷ്മി എന്ന് പറയും. ഈ പുസ്തകം അവരെ ഒരു യഥാർത്ഥ മാർഗദർശിയായിട്ടാണ് കാണുന്നത്. ശരിക്കും വീടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു വലിയ മാറ്റം തുടങ്ങാനുള്ള ആ ദീപശിഖ അവരുടെ കൈകളിലാണ്. ആ ഒരു വെളിച്ചമുണ്ടല്ലോ, അത് മതി ഒരു കുടുംബം മുഴുവൻ പ്രകാശപൂരിതമാവാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ കണ്ടു. പക്ഷേ ഇത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അല്ലെ? അതിന്റെ തുടക്കമെന്ന് പറയുന്നത് ആത്മീയതയും ഉത്തരവാദിത്വബോധവും നമ്മുടെ ഓരോ ദിവസത്തിന്റെയും ഭാഗമാക്കുന്നതിലൂടെയാണ്. ഈ ആശയങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പഞ്ചശീലം എന്ന പേരിൽ 5 തത്വങ്ങൾ ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്മുടെ വികാരങ്ങൾ, സ്വഭാവം, കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം, പണം കൈകാര്യം ചെയ്യുന്ന രീതി, സമൂഹത്തോടുള്ള നമ്മുടെ കടമ, ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന കുറച്ച് അച്ചടക്കങ്ങളാണിത്. ഇവ ഒരു കുടുംബത്തിന്റെ അടിത്തറ ശരിക്കും ബലപ്പെടുത്തും. പിന്നെ വ്യക്തിപരമായ അച്ചടക്കം മാത്രം പോരാ. കുടുംബത്തിലെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, കഥകൾ പറയുക, ഉത്സവങ്ങൾ സന്തോഷത്തോടെ ആഘോഷിക്കുക, ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ഒരു ഭക്തിനിർഭരമായ അന്തരീക്ഷമുണ്ടാക്കിയെടുക്കുക എന്നതും വളരെ പ്രധാനമാണ്. ഇത് വീട്ടിലുള്ളവർ തമ്മിലുള്ള ബന്ധം എത്രയോ ദൃഢമാക്കും, അല്ലേ? എന്നാൽ ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചില തടസ്സങ്ങളുണ്ട്. ഒരു കുടുംബത്തിന്റെ പുരോഗതിക്ക് വിലങ്ക് തടിയായി നിൽക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കവയെ നമ്മുടെ ഉള്ളിലെ 2 അസുരന്മാരെന്ന് തന്നെ വിളിക്കാം. അപ്പോ ആരാണീ പുരോഗതിയെ തടയുന്ന അസുരന്മാർ? മറ്റാരുമല്ല. 1 അലസത, 2 കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്ന ശീലം. ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും? അതിനുള്ള വഴി കഠിനാധ്വാനമാണ്. കുടിൽ വ്യവസായങ്ങൾ പോലുള്ള ക്രിയാത്മകമായ ജോലികളിലേർപ്പെടുക. ഇത് കുടുംബത്തിന് ഒരു ആത്മാഭിമാനം നൽകും, ഒപ്പം സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വവും കൊണ്ടുവരും. ശരി, അപ്പോ നമ്മുടെ ഉള്ളിലെ ഈ തടസ്സങ്ങളെ നമ്മൾ അധ്വാനം കൊണ്ട് മറികടന്നുവെന്ന് വെക്കുക. ഇനി അടുത്തത് നമ്മുടെ ചിന്തകളെ എങ്ങനെ ശുദ്ധീകരിക്കും? അവിടെയാണ് ശരിയായ അറിവിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം വരുന്നത്. അപ്പൊ ചോദിക്കട്ടെ, നമ്മുടെ വീടുകളിലേക്ക് ഏത് തരം അറിവാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്? നമ്മൾ എന്ത് വായിക്കുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് കാണുന്നു, ഇതെല്ലാം നമ്മുടെ കുടുംബത്തിന്റെ ചിന്തകളെ രൂപപ്പെടുത്തും. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വരുന്ന വിവരങ്ങളെയും ആശയങ്ങളെയും വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കണമെന്ന് ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്നു. കാരണം ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തെ പതുക്കെ പതുക്കെ സ്വാധീനിക്കും, തീർച്ച. ഇതിനൊരു പരിഹാരം എന്ന നിലയിലാണ് പ്രജ്ഞാ പുസ്തകാലയം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് വീട്ടിൽ ഒരു ലൈബ്രറി. പക്ഷേ വെറും വിനോദത്തിനു വേണ്ടിയുള്ള പുസ്തകങ്ങളല്ല, മറിച്ച് കുടുംബത്തിലെ ഓരോ അംഗത്തിന്റെയും ചിന്തകളെ ശുദ്ധീകരിക്കാനും നല്ല വഴിക്ക് നയിക്കാനും സഹായിക്കുന്ന പുസ്തകങ്ങൾ. മോശം പുസ്തകങ്ങളെ അടുക്കളയിലെ വിഷം പോലെ കാണണമെന്നാണ് പറയുന്നത്. അക്ഷരാഭ്യാസമില്ലാത്തവർക്ക് വായിച്ചു കൊടുക്കണം. ഇതൊരു തരത്തിൽ ഇന്നത്തെ കാലത്തെ സത്സംഗം തന്നെയാണ്. ഇനി വ്യക്തിപരമായ ശീലങ്ങൾ മാറ്റിയാൽ മാത്രം മതിയോ? പോരാ. ഒരു കുടുംബത്തെ മാറ്റിയെടുക്കണമെങ്കിൽ അവിടുത്തെ ദൈനംദിന ജീവിതത്തിലെ ചിട്ടകളെയും രീതികളെയും തന്നെ നമ്മൾ പുനർരൂപകൽപ്പന ചെയ്യേണ്ടിവരും. ഉദാഹരണത്തിന് നമ്മുടെ ഭക്ഷണശീലങ്ങൾ നോക്കൂ. രുചിക്ക് വേണ്ടി മാത്രം കഴിക്കുന്നതിന് പകരം ആരോഗ്യത്തിനു വേണ്ടി കഴിക്കുക. അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ ഒരാളുടെ തലയിൽ മാത്രം വെച്ചു കൊടുക്കാതെ എല്ലാവരും സന്തോഷത്തോടെ അത് പങ്കിട്ടെടുക്കുക.
ആരും യജമാനനോ വേലക്കാരനോ അല്ല. ഇങ്ങനെ ചെറിയ ചെറിയ പ്രായോഗികമായ മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ കുടുംബത്തിൽ നീതിയും പരസ്പര ബഹുമാനവും താനെ വളർന്നുവരും. ഇപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മുടെ ശ്രദ്ധ കുറച്ചുകൂടി വിശാലമാവുകയാണ്. ഇങ്ങനെ മാറ്റങ്ങൾ വന്ന നല്ല കുടുംബങ്ങൾ എങ്ങനെയാണ് അർത്ഥവത്തായ പാരമ്പര്യങ്ങളിലൂടെ ഒരു സുസംസ്കൃത സമൂഹത്തിന്റെ അടിസ്ഥാന ശിലകളായി മാറുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ വളരെ രസകരമായൊരു കാര്യമുണ്ട്. കുട്ടിക്കാലത്തെ ആദ്യത്തെ 5 സംസ്കാരങ്ങൾ, അതായത് പേരിടൽ, ചോറൂൺ പോലുള്ള ചടങ്ങുകൾ, അതിനെ ഒരു പുതിയ രീതിയിലാണ് ഈ പുസ്തകം കാണുന്നത്. ഇത് വെറും കുട്ടികൾക്ക് വേണ്ടിയുള്ള ചടങ്ങുകളല്ല, മറിച്ച് മാതാപിതാക്കൾക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും പഠിപ്പിക്കാനുമുള്ള ഓരോരോ നാഴികക്കല്ലുകളാണ്. അതുപോലെ ജന്മദിനങ്ങൾ, അത് വെറുമൊരു പാർട്ടിയായി ആഘോഷിക്കുന്നതിനു പകരം സ്വയം ഒന്ന് വിലയിരുത്താനും അടുത്ത വർഷത്തേക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ഒരു അവസരമായി മാറ്റിയെടുക്കാം. ഇത് കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കും. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്താണെന്നോ, ഈ ഒരു യാത്രയിൽ ഒരു കുടുംബവും തനിച്ചല്ല എന്നതാണ്. ഈ മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സാമൂഹിക സംഘടനകളുടെ ഒരു വലിയ ശൃംഖലയുടെ പിന്തുണ അവർക്ക് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആത്യന്തികമായ പാഠം ഇതാണ്: ഈ ലോകത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ അത് തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്, നമ്മുടെ ആത്മപരിവർത്തനത്തിൽ നിന്ന്. ആ ഒരു പരിവർത്തനത്തിന് ഏറ്റവും അനുയോജ്യമായ പുണ്യസ്ഥലമെന്ന് പറയുന്നത് ഒരു സുസംസ്കൃത കുടുംബം തന്നെയാണ്. കുടുംബ നിർമ്മാണത്തെക്കുറിച്ചുള്ള പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി പങ്കുവെച്ച് ഈ അമൂല്യമായ അറിവുകൾ നമ്മുടെയെല്ലാം ജീവിതത്തിന് ഒരു വഴികാട്ടി തന്നെയാണ്. ഇത്രയും കേട്ടതിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു ചെറിയ മാറ്റം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. കാരണം അങ്ങനെയുള്ള ഓരോ ചെറിയ മാറ്റത്തിൽ നിന്നുമാണ് വലിയ വിപ്ലവങ്ങൾ തുടങ്ങുന്നത്.